നമസ്കാരം. നമ്മുടെ മുൻ സ്പീക്കർ ഷംസീർ ഇന്നലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടന്നൊരു യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ നാണം കെട്ട തോൽവിയെക്കുറിച്ച് വിലപിക്കുകയുണ്ടായി. ആ വിലാപം, ഷംസീറിൻ്റെ വിലാപം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇങ്ങനെ നോക്കും നമ്മളും വിചാരിച്ചിട്ടില്ല. തുറന്നു പറയല, എല്ലാരും വരുന്ന ആഫീസ് എന്റെ ആഫീസാണ്. എല്ലാരും വരും, ലീഗുകാരും വരും, കോൺഗ്രസ്സുകാരും വരും, നമ്മുടെ പാർട്ടിക്കാരും വരും. നമ്മളെങ്ങനെ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യും. നമ്മളൊരു മൂന്നാം ഭരണം പ്രതീക്ഷിച്ചു. നമ്മളെല്ലാം മൂന്നാം ഭരണം പ്രതീക്ഷിച്ചു. എന്ത് ചെയ്തിട്ട്? ജനങ്ങളെ അങ്ങേയറ്റം വെറുപ്പിച്ചതിൻ്റെ ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഒരു ഭരണാധികാരിക്ക് ജനങ്ങളെ എന്തുമാത്രം വെറുപ്പിക്കാൻ പറ്റും എന്നതിൽ ഗവേഷണം നടത്തി പോവുകയായിരുന്നു നിങ്ങളുടെ കൺകണ്ട ദൈവമായ പിണറായി വിജയൻ. നിങ്ങളിൽ ഒരാളെങ്കിലും, നിങ്ങൾ യുവനിരയാണല്ലോ, പാർട്ടിയുടെ യുവകേസരികൾ, നിങ്ങളിൽ ഒരാളെങ്കിലും പിണറായിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ സഖാവേ, നമ്മൾ ജനങ്ങൾക്ക് കുറച്ച് വില കൊടുക്കണം, ഇത് ജനാധിപത്യമാണ്, ജനങ്ങളെ ഒരുപാട് വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് ചവറ്റുകൂട്ടയിലെറിയും, അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് മയപ്പെട്, ഈ പാർട്ടിക്കാരെന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നീ പോയി വീട്ടിൽ പോയി ചോദിക്ക് എന്നൊന്നും പറയരുത് സഖാവേ. അവരാണ് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടത്. അവർ വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ അധോഗതിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളിൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ നാണം കെട്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാവില്ലായിരുന്നു. മൂന്നാം ഭരണം. ഞാനും വിചാരിച്ചു 2011 സമായിരിക്കും. 2011 നിങ്ങൾക്ക് അറിയാല, ഒരു 2020 മാച്ച് പോലെ ഏതാണ് അതിന്റെ സമാന. ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെയാണ്. 2011 അവസ്ഥ തന്നെയാണ് 2026 ഉള്ളതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്കൊരു പൊതുപ്രവർത്തകനായിട്ട് തുടരാൻ അർഹതയില്ല. കാരണം അതുപോലും ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു സാധാരണക്കാരൻ, താങ്കളൊക്കെ മുൻ സ്പീക്കറാണ്, താങ്കൾ സ്പീക്കർ പദവിയിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്, ഇതൊന്നുമല്ലാത്ത സാധാരണക്കാരനായിട്ടുള്ള ജസ്റ്റ് പോയി 5 വർഷം കൂടുമ്പോൾ പോയി വോട്ട് ചെയ്യുന്ന ഒരാൾക്ക് പോലും അറിയാം അതല്ല സിറ്റുവേഷൻ എന്നുള്ളത്. ജനങ്ങളെ അങ്ങേയറ്റം വെറുപ്പിച്ചു എന്നുള്ളത്. 2011 ആരായിരുന്നു തെരഞ്ഞെടുപ്പ് നയിച്ചത്? സാക്ഷാൽ VS അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രി ആവണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അതിൽ തെറ്റില്ല. പക്ഷേ ഇത്രയും 10 വർഷത്തെ കൊടും വൃത്തികേടുകൾക്ക് ശേഷം, അല്ലെങ്കിൽ നെറികേടുകൾക്ക് ശേഷം വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് താങ്കളെപ്പോലുള്ളവരൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എത്ര വില കുറച്ചാണ് താങ്കളൊക്കെ ജനങ്ങളെ കാണുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇലക്ഷൻ എന്താ ഞാൻ വിചാരിച്ചത്, ഒരു 68, 72, നമ്മളാ വരുന്നെങ്കിൽ ഒരു 71, 72, അവരാ വരുന്നെങ്കിൽ 75, 76 കിട്ടിയല്ലോ. 71, 70 നല്ലതായിട്ട് കിട്ടിയല്ലോ. ഇപ്പൊ സന്തോഷമായല്ലോ. അവരെ നേതാക്കന്മാര് സ്വകാര്യം വിളിച്ചുകൊണ്ട് സ്പീക്കറെ നമ്മൾ വരും, പക്ഷെ 75, 76 എണ്ണം തുടങ്ങി. ആദ്യം പോസ്റ്റലാണ്, നമ്മൾ ലീഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ തന്നിച്ചിങ്ങനെ ഇരുന്ന് ലീഡിങ് ആണ്. പോസ്റ്റൽ വന്നപ്പോ നമ്മൾ ലീഡാണ്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നു. അവസാനം മറ്റൊന്നും എണ്ണിയല്ല, എട്ടും അങ്ങ് ഒളിച്ചുപോയി. ഏതാ തോൽവി? ജാതി തോൽവിയാണ്. അറിയാലോ അല്ലേ, എജ്ജാതി തോൽവിയാണ്. നന്ദി പറയണം നിങ്ങളുടെ ദൈവമായ പിണറായി വിജയനോട്. ഭരിച്ച് ഈ അവസ്ഥയെ കൊണ്ട് എത്തിച്ചു. നന്ദി പറയണം. നല്ല കാര്യം. എജ്ജാതി തോൽവി, നാണം കെട്ട തോൽവിയായിരുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. അതുതന്നെ നിങ്ങളുടെ ഗോവിന്ദനോട്, MV ഗോവിന്ദനോടും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം കേട്ടോ, നാണം കെട്ട തോൽവി ആയിരുന്നു എന്നുള്ളത്. പുള്ളിയുടെ മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും LDF ഭരിക്കുന്നെന്നാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. എന്റെ നാട്ടിൽ പയ്യന്നൂർ തോറ്റു, പിന്നെ നിലമ്പൂർ തോറ്റ വല്ല കാര്യമുണ്ടോ? പയ്യന്നൂർ തോറ്റ പിന്നെ വണ്ടൂർ എണ്ണേണ്ട കാര്യമില്ല. പയ്യന്നൂർ തോറ്റാൽ വണ്ടൂർ എണ്ണേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളങ്ങ് വിട്ടുകൊടുക്കുന്നതല്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത പരാജയം കേരളത്തിലുണ്ടായി. വളരെ കറക്റ്റ്. ആ കാര്യത്തിൽ താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് തിരിച്ചറിഞ്ഞല്ലോ. യഥാർത്ഥ സഖാക്കൾ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. എന്നിട്ട് വീണ്ടും പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ട് വാഴിക്കാനുള്ള നിങ്ങളുടെ ആ നേതൃത്വത്തിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ, എൻ്റെ പൊന്നോ, പൂവിട്ട് പൂജിക്കണം നിങ്ങളെയൊക്കെ. എന്ത് വിലയാണ് നിങ്ങൾ ഈ സഖാക്കൾക്ക് കൊടുത്തിരിക്കുന്നത്? സഖാക്കൾ ഈ വലിയ തെറ്റ്, പിണറായി വിജയൻ എന്ന ആ ഒരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് മാറ്റുക, അയാളെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു തോൽവി നിങ്ങൾക്ക് സമ്മാനിച്ചത്. എന്നിട്ടും നിങ്ങളെന്താ ചെയ്തത്? അയാളെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് പ്രതിഷ്ഠിച്ചു.
അപ്പം നിങ്ങൾക്ക് ഈ പാവപ്പെട്ട സഖാക്കളോട്, ഇന്നും കമ്മ്യൂണിസത്തെ നെഞ്ചിലേറ്റി നടക്കുന്ന സഖാക്കളോടൊക്കെ എന്ത് പ്രതിബദ്ധതയാണുള്ളത്? നിങ്ങൾക്ക് തിരിച്ചറിവെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ? അത് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. അല്ലെങ്കിൽ ആ ഒരൊറ്റ മനുഷ്യൻ ആ ഒരു ഹോർഡിങ് കണ്ടതിൻ്റെ പേരിൽ മാത്രം, അതായത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ ചിരിക്കുന്ന ഒരു മുഖം, ചിരി അഭിനയിക്കുന്ന ഒരു മുഖം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്ലെക്സുകളിൽ. ആ ഫ്ലെക്സാണ് നിങ്ങളുടെ പരാജയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. ആ ഫ്ലെക്സ് കണ്ടിട്ട് അതായത് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരുണ്ടല്ലോ, അതായത് LDFന് വോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചു പോകുന്നവർ പോലും ആ ഫ്ലെക്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാറ്റി UDFന് പോയി കുത്തും. അതുപോലെയാണ് ആ മനുഷ്യൻ ഇവിടെയുള്ള മലയാളികളെ, അല്ല ഇവിടെയുള്ള ജനങ്ങളെ വെറുപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പോയി പ്രസംഗിക്കുകയാണ്, നാണം കെട്ട തോൽവിയാണ് ഏറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങേയറ്റം മോശമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയതെന്ന്. ആ തോൽവിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? അത് പറയൂ നിങ്ങൾ സഖാക്കളോട്. പരാജയത്തിന്റെ കാരണം ഞങ്ങൾ കേട്ടു ജനങ്ങളോട്. ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ വിനയത്തോടെ പരാജയം ഏറ്റുവാങ്ങി. പരാജയത്തിന്റെ കാരണങ്ങൾ ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു വിനയത്തോടെ ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇനിയും ഇറങ്ങും. പരാജയത്തിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പഠിച്ചു. ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയനെ നിങ്ങൾ പ്രതിപക്ഷ നേതാവ് ആക്കില്ലായിരുന്നു. ആര് കാരണമാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവി നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്? അതേ ആളിനെ തന്നെ നിങ്ങൾ പ്രതിപക്ഷ നേതാവാക്കിയപ്പോൾ ജനങ്ങളുടെ നേരെ നിങ്ങൾ കാർക്കിച്ച് തുപ്പുകയാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ടിപ്പോൾ പറയാണ് ഞങ്ങൾ വിനയത്തോടെ അത് ജനങ്ങളിൽ നിന്ന് കേട്ടു, ഞങ്ങൾ പഠിച്ചു. ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നു, ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവർ. അല്ല, ഇത് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കാനുള്ള ശക്തി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. എനിക്ക് ഷംസീറിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വലിയ വായിൽ സംസാരിച്ചത് കൊണ്ടൊന്നും ഒരു മാറ്റവും പാർട്ടിയിൽ സംഭവിക്കാൻ പോകുന്നില്ല. അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റുകൾ, വീഴ്ചകൾ അത് തിരിച്ചറിയാതെ ചുമ്മാ ഇങ്ങനെ കണ്ണിൽ പൊടിയിടുന്ന ടൈപ്പ് ഡയലോഗ് അടിച്ച് മുന്നോട്ട് പോയാൽ അത് കേട്ട് കണ്ണുടച്ച് വിശ്വസിക്കുന്നവരല്ല ഇന്നത്തെ സഖാക്കൾ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളേറ്റ ഈ നാണം കെട്ട തോൽവി.